പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം. ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാകുന്നു. എപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യം കടന്നു വരുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഈ അടുത്ത നാളിൽ വെളിപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി നാം കാണുന്ന ഒരു കാര്യമുണ്ട്. അന്ധനായൊരു മനുഷ്യൻ വഴി സൈഡിലിരുന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ യേശു ശിഷ്യന്മാരും ജനക്കൂട്ടം നടന്നു പോകുന്നു. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അന്ധനായ മനുഷ്യൻ വിളിച്ചു പറയും, ദാവീദിന്റെ പുത്രൻ അന്മേൽ കനിയണം, എന്നോട് കരുണ തോന്നണം, എന്നെ സഹായിക്കണമേ എന്ന്. അപ്പോൾ ആ ശബ്ദം കേട്ട് യേശു അവിടെ നിന്നു. യേശു പറഞ്ഞു, അവനെ വിളിക്കുക. അവനടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. തൽക്ഷണം അവന് കാഴ്ചയുണ്ടായി. അവൻ കാഴ്ചയുള്ളവനായി തിരിച്ചുപോയി. വീണ്ടും നമ്മൾ കാണുന്നു, മറ്റൊരു അന്ധനായ മനുഷ്യൻ യേശുവിൻ്റെ ഇടയിൽ കൊണ്ടുവരികയാണ്. യേശു അവന് തലയെ കയറ്റി പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, നീ ഇപ്പോൾ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, അത് മരങ്ങളെ പോലെ ഇരിക്കുന്നുവെന്ന്. അപ്പോൾ അമ്മക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഇവന്റെ കാഴ്ച ഇടക്കാലം കൊണ്ട് പോയതാണ്. ഇവന് നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നു നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം മരത്തെക്കുറിച്ച് അവൻ അറിയാം. അപ്പൊ മരങ്ങളെ പോലെ ഇരിക്കുന്നു പറയുന്നത്. അപ്പൊ യേശു അവൻ തലയിൽ പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, ഇപ്പൊ നീ എന്ത്? അപ്പൊ മനുഷ്യരെ തെളിഞ്ഞു കാണുന്നു. അപ്പോൾ യേശു രണ്ടാമതും പ്രാർത്ഥിച്ചു, മൂന്നാമതും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ പ്രാർത്ഥനയിൽ അവന്റെ കണ്ണിൽ പൂർണ്ണമായി സൗഖ്യം, അവൻ കാഴ്ചയോടെ തിരിച്ചുപോയി. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു ഭാഗത്ത് കാണാം, ഒരന്ധന യേശുവിൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുവരികയാണ്. യേശു അവൻ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. യേശു നിലത്ത് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ പുരട്ടിയിട്ട് പറഞ്ഞു, നീ ശീലാകുളത്തിൽ പോയി കഴുകാകുന്നു. ശീലാകുളത്തിൽ കഴിയുമ്പോൾ അവന് കാഴ്ച കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് 3 മനുഷ്യരെ 3 രീതിയിലും കർത്താവ് സുഖപ്പെടുത്തി? 3 പേരും അന്ധരായിരുന്ന 3 രീതിയിലാണ് കർത്താവ് അവരെ സൗഖ്യപ്പെടുത്തിയത്. അപ്പോൾ കർത്താവ് ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തുന്നു. ആദ്യം വന്ന മനുഷ്യനെ, ദാവീദിന്റെ പുത്രൻ അന്മേൽ കനിയണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച മനുഷ്യനെ കർത്താവ് സൗഖ്യപ്പെടുത്തിയത് വചനം കൊണ്ടാണ്. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. തൽക്ഷണം കാഴ്ച കിട്ടി. അവൻ വചനത്താൽ സൗഖ്യമുള്ളവനായി തീർന്നു. രണ്ടാമത്തെ മനുഷ്യന് യേശു പ്രാർത്ഥിച്ചാണ് അവൻ സൗഖ്യം കൊടുക്കുന്നത്. അവൻ തലയെ കയറ്റി പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, അവരുടെ കാഴ്ച തെളിഞ്ഞു. അവനെ പ്രാർത്ഥനയിൽ അവൻ സൗഖ്യമുള്ളവനായി. മൂന്നാമത്തെ മനുഷ്യനെ യേശു സൗഖ്യപ്പെടുത്തിയത് മരുന്ന് കൊണ്ടാണ്. അപ്പൊ നിലത്ത് തുപ്പിക്കൾ ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടി നീ ശീലയിൽ കഴിയാൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ ഉമിനീർ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു അഭിഷേകമാണ്. അപ്പം ആ ഉമിനീരും ചെളിയും കൂടി കൂട്ടിക്കുഴച്ച് യേശു മരുന്ന് ഉണ്ടാക്കിയിട്ട് മൂന്നാമത്തെ മനുഷ്യനെ യേശു സൗഖ്യപ്പെടുത്തുന്നത് മരുന്നുകൊണ്ടാണ് സൗഖ്യപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി തന്നു. ഈ പട്ടി, പൂച്ച മുതലായ മൃഗങ്ങളിലൊക്കെ മുറിവുണ്ടായാൽ അതുങ്ങൾ തിരിഞ്ഞിട്ട് നക്കുമ്പോൾ ആ മുറിവ് കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ പട്ടി, പൂച്ചയൊക്കെ അസുഖങ്ങൾ വന്നാൽ പുല്ല് പറിച്ച് തിന്നുന്ന നമുക്ക് കാണാം. അത് നമ്മളതിന് ചൂല എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ ആ പുല്ല് പറിച്ച് തിന്നുമ്പോൾ അത് നോക്കി മരുന്നാണ്, അത് ഔഷധമാണ്. മരുന്ന് പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന മരുന്നുകളെ കഴിച്ചാണ് അത് സൗഖ്യം തീരുന്നത്. അപ്പോൾ ഈശോ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നത് പ്രാർത്ഥനയാലും മരുന്നിനാലും വചനത്താലും സൗഖ്യമാക്കുന്ന. അതോടൊപ്പം തന്നെ ബെൽസ എന്ന് പറയുന്ന കുളക്കരയിൽ കിടന്ന മനുഷ്യന്, അയാൾ 38 വർഷമായിട്ട് ബെൽസ എന്ന് പറയുന്ന കുളക്കരയിൽ രോഗിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു നാൾ യേശു വന്ന് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? പക്ഷെ ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കൾ ഒരു മണ്ടത്തരം നമുക്ക് തോന്നാം. എന്ന് വെച്ചാൽ സൗഖ്യം ആഗ്രഹിക്കാത്ത ആളുകൾ ആരുമില്ല. എന്നാൽ യേശു ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു ചോദിച്ചു. അപ്പോൾ അവൻ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, നീ നിന്റെ ഇതുവരെ പാപങ്ങൾ ക്ഷമിക്കും, നിന്റെ കിടക്കിൽ നടക്കാതെ നമുക്ക് കടക്കിൽ നടന്നു പോകുന്നു. അപ്പോൾ ദൈവത്തിന്റെ അതിരറ്റ ഒരു കരുണ, അവൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അവൻ കിടക്കുന്നിടത്ത് വന്ന് അവനെ സൗഖ്യപ്പെടുന്നു. ദൈവത്തിന്റെ അതിരറ്റ കരുണ ദൈവമക്കളെ നമ്മുടെ എല്ലാവരുടെ മേലെത്തി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മൾ എന്താണോ പ്രത്യാശിക്കുന്നത്, നമ്മൾ പ്രത്യാശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ആ പ്രത്യാശയോട് തന്നെ നമ്മൾ നിൽക്കണം. നമ്മുടെ എന്ത് വിഷമങ്ങളായാലും വേദനകളായാലും പ്രയാസങ്ങളായാലും ബുദ്ധിമുട്ടാണെങ്കിലും യേശു സകലത്തിനും മതിയായവൻ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങനെ വിടുകയില്ലെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും ആത്മാവും ശരീരവും എല്ലാം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ട്. വിശ്വാസത്തിന്റെ വലിയൊരു ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പിന്നോട്ടില്ല, ഞാൻ ഇത് നേടിയെടുക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാനായിട്ട് ഇത് സാധിക്കും, ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും. ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം സകലതും ഈ പ്രപഞ്ചത്തെ മുഴുവനും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തില്ല. അതുപോലെ എന്റെ കാര്യത്തിലും ദൈവം ഇടപെട്ട് എനിക്ക് പരിപൂർണമായ സൗഖ്യം വിടുതൽ തരുമെന്ന് നമ്മൾ പരിപൂർണമായ വിശ്വാസത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ഈ സൗഖ്യം നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും പ്രകടമാകുക. അത് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എന്തുമാത്രം പോകുന്നതോ അതനുസരിച്ച് ആണ് ഈ കാര്യങ്ങളുടെ ഇരിപ്പ് പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പോ കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യമാണ്. ആ ഒരു ബോധ്യം ഉറച്ചുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനും ദൈവത്തിന്റെ കൃപ നമുക്ക് ആവോളം സ്വീകരിക്കുവാനും പരിപൂർണമായ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, നമ്മുടെ വേദനകൾ എന്തുമായിക്കോട്ടെ, നമ്മുടെ സങ്കടങ്ങൾ എന്തുമായിക്കോട്ടെ, ഈ സങ്കടങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വിളിച്ചപേക്ഷിച്ചാൽ നമുക്ക് ആത്മീയമായും മാനസികമായും ശാരീരികമായും സൗഖ്യം തരാൻ യേശു എന്നും ശക്തനാണ്, പര്യാപ്തനാണ്.
ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. എന്നും യേശു നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ ഇന്നലെ ഇന്നും എന്നും യേശു ക്രിസ്തു ഒരാൾ തന്നെ കർത്താവ് ജീവിക്കുന്നു. അവിടത്തേക്ക് ആരംഭമോ അവസാനമില്ല.